ിട്ടുള്ളൊരു ചോദ്യമാണ്. എങ്ങനെ ഈ പ്രശ്നമൊക്കെ മാറുവച്ചാ, ഈ പ്രതിസന്ധികളൊക്കെ മാറുമെന്നാണോ വിചാരിക്കേണ്ടത്? ഇതിൽ നിന്നൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റുമോ? അതിജീവിക്കാൻ പറ്റുമോ? ദൈവത്തിൽ ആശ്രയിച്ച് ആത്മാവിൽ പറയാൻ കഴിയും. പരിശുദ്ധാത്മാവ് വരും. അതൊരു ഉത്തരമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എഴുതിയിട്ടുണ്ട്, എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നിങ്ങളോടൊരു പ്രത്യേകമായ ഒരു ആത്മീയ മെസ്സേജ്, ഒരു സന്ദേശം പറയട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിനെയും എലിസബത്തിൻ്റെ കുടുംബത്തെയും തലമുറയെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളതാക്കി മാറ്റി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടും നിറവ് കൊണ്ടും നിറയ്ക്കും. ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നതിന് ചില കാരണങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സെമിനാരിയിൽ ഞാൻ പഠിച്ച് 6-7 വർഷമായപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു വലിയ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ എന്നെ അറിയുന്നവരും ഒക്കെ പറഞ്ഞു, അവൻ എന്തിനാണ് സെമിനാരിയിൽ നിൽക്കുന്നത്? അവനോട് വരാൻ പറഞ്ഞുകൂടെ? ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്ത് അവൻ സെമിനാരിയിലാണോ നിൽക്കണ്ടേ? തിരിച്ചു വന്നിട്ട് ശമ്പളമുള്ളൊരു തൊഴിൽ ചെയ്യട്ടെ എന്നൊരു അഭിപ്രായം എൻ്റെ കുടുംബത്തിൽ പല ഭാഗത്തു നിന്നും ഉയർന്നു. എന്നോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ചലനം ഉണ്ടാക്കി. ഞാനും തീരുമാനിച്ചു, ഇത്രയും ആൾക്കാരൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, വൈദികനായി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന ആഗ്രഹത്തെ ഞാൻ ഉപേക്ഷിച്ച് സെമിനാരിയിൽ നിന്ന് പോരാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ ഗുരുഭൂതരായിട്ടുള്ള വൈദികർ എന്നെ വ്യക്തിപരമായ മുറിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകുമൊന്നും വേണ്ട, ഒക്കെ ദൈവം സഹായിച്ചോളുമെന്ന് പറഞ്ഞു. എനിക്ക് സെമിനാരിയിൽ നിന്ന് പോകണമെന്ന ആഗ്രഹം എൻ്റെ തലയ്ക്ക് പിടിച്ചു. അതിൻ്റെ വളരെയേറെ എനിക്ക് വേറെ ഇനി ഓപ്ഷനില്ല. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എൻ്റെ അഭിപ്രായത്തോട് കാര്യമായിട്ട് യോജിച്ചു. നീ നിൻ്റെ തീരുമാനം വളരെ കറക്റ്റാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ആദ്യം വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ, അപ്പോൾ ഇതെല്ലാം എനിക്ക് നല്ലൊരു ആ സമയത്തെ എൻ്റെ ചിന്തയ്ക്ക് നല്ല വളം പോലെയായി. അങ്ങനെ ഞാൻ നിർബന്ധിച്ചു എൻ്റെ അധികാരികൾ, എനിക്ക് എന്ത് ചെയ്താലും പോകണം. അപ്പോൾ അധികാരികൾ എനിക്കൊരു ഓപ്ഷൻ തന്നു. അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യുക, മൊത്തമായിട്ട് നീ പോകണ്ട, 1 വർഷത്തേക്ക് നീ സെമിനാരിൽ ലീവ് എടുത്ത് വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമോ എന്നിട്ട് പോയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കതൊരു നല്ല പിടിവള്ളിയായി. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇവിടുന്ന് പോയാൽ ഒരിക്കലും തിരിച്ചു വരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ തൽക്കാലം എനിക്ക് ഇവിടുന്ന് മാറണമെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഓപ്ഷൻ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഈ ഓപ്ഷൻ എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ അധികാരികൾ ഒരാൾ പറഞ്ഞു, 1 വർഷത്തേക്ക് കൊടുക്കേണ്ടത് 6 മാസത്തേക്ക് അവന് കൊടുത്താൽ മതി. അങ്ങനെ എനിക്ക് 6 മാസത്തേക്ക് എനിക്ക് വീട്ടിൽ താമസിക്കാനും വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും ഒക്കെ എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വരികയും അവിടെ വന്ന് ഞാൻ അവിടെ നിന്ന് എൻ്റെ ബാഗുകളെല്ലാം അടുക്കി എല്ലാം നാളെ രാവിലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എന്നെ കൊണ്ടുവിടും, അല്ലെങ്കിൽ അവിടുന്ന് ബസ് കയറി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. അപ്പോൾ അവിടെ ഡീക്കനായിരുന്ന എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന, ഇപ്പോൾ വൈദികനായി പാലക്കാട് ജില്ലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജിൻഡോ കോയിക്കക്കുന്നേൽ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് സഹായിച്ചിട്ടുള്ള ആ ഡീക്കനായ ആള് ആ സെമിനാരിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ നേരത്ത് എൻ്റെ ബാഗ് ജീപ്പിൻ്റെ പുറകിൽ വശത്തേക്ക് കയറ്റി ജീപ്പിൽ കയറാൻ തുടങ്ങുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ തിരിച്ചു വരണം, പരിശുദ്ധ അമ്മ എല്ലാം സഹായിച്ചോളും, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇതെൻ്റെ മനസ്സിൽ കൊളുത്തിട്ട് പിടിച്ച പോലെ, എൻ്റെ മനസ്സിൽ ഇതൊരു വലിയൊരു വേദന പോലെ അവിടെ നിന്നു. പരിശുദ്ധ അമ്മ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്തിനിപ്പോൾ പോകുന്നു? ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ആകെ അസ്വസ്ഥമായി. ആ സമയത്ത് എന്നെ അറിയാവുന്ന ഒരാൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് സാമാന്യ ശമ്പളമുള്ള ഒരു ജോലിയും തരപ്പെടുത്തി തന്നായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ എനിക്ക് 2 ദിവസത്തിനകം ചെല്ലാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ജോലിക്ക് പോകാനുള്ള ജ്വരം, ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ശക്തിപ്പെട്ട് എനിക്ക് ജോലി ചെയ്യണം, ശമ്പളം മേടിക്കണം ആഗ്രഹമായിരുന്നു എൻ്റേത്. ആ സമയത്താണ് ഈ ഒരു ബ്രദർ പറഞ്ഞ വാക്ക്,
പരിശുദ്ധ അമ്മ സഹായിച്ചോളും. അതെന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച് ഞാൻ വീണ്ടും ഞങ്ങളുടെ തന്നെ ഒരു അച്ഛനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അവിടെ നിന്ന് പോകുന്നേ പിന്നെ ഇങ്ങനെ ഒരു വാക്കെന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കോട്ടൂർ സെൻറ് തോമസ് പള്ളിയുടെ അടുത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ അധികാരികളിൽ ഒരാൾ ഞങ്ങളെ മുറിയിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എൻ്റെ അമ്മയോടായിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്ന് വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനേക്കാൾ ഒത്തിരി അതിനേക്കാൾ 100 ഇരട്ടി അത്ഭുതം ചെയ്യും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തെ അവധിക്ക് പോയ ഞാൻ 6 ദിവസം പോലും വീട്ടിൽ നിൽക്കാതെ വീണ്ടും തിരിച്ച് സെമിനാരിയിൽ വന്നു. ഇപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കി, അവൻ വീണ്ടും പോകും, അവൻ തിരിച്ചു പോകും, ഒന്ന് പോയതല്ല ഇനിയും പോകാതിരിക്കുമൊന്നുമില്ല, അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു കളിയാക്കുകയൊക്കെ ചെയ്തു. ഞാനിന്ന് വൈദികനായിട്ട് 7 വർഷത്തോളം 7.5 വർഷം കഴിഞ്ഞു. ഞാൻ വൈദികനാകുന്ന സമയം വരെയും ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു തൊഴിൽ നേടി വീടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളതിന്. ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്, എൻ്റെ വീട്ടിലെ ഏതെല്ലാം കാര്യങ്ങളിലാണോ ഞാൻ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാനത് ശരിയാക്കണം. വീട് ശരിയാക്കാനുണ്ട്, സാഹചര്യങ്ങൾ മാറ്റാനുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും 7.5 വർഷത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവചന ശുശ്രൂഷയുമായി നിൽക്കാൻ തുടങ്ങി. ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ നന്നായിട്ട്, ഒരുപാട് നന്നായിട്ട്, അതായത് ഞങ്ങളുടെ അടുത്തുള്ളവരും എന്നെ അറിയുന്നവരും അത്ഭുതപ്പെടുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവന്ന പ്രാർത്ഥനയാണിത്. അനുഗ്രഹം കൊണ്ടുവന്നൊരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട കാര്യമാണ്, അനുഭവിച്ച കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നിയോഗങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ, ഇത്രയെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്നെ ഞാനാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ്. സെമിനാരിയിൽ ചേരുമ്പം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വേറെ രീതിയിലായതുകൊണ്ട് ഞാൻ സെമിനാരിയിൽ 10ാം ക്ലാസ് വരെയും എൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ടേയില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജപമാല ഉണ്ടെന്നറിയാം, ഇതൊരു പ്രാർത്ഥനയാണെന്നറിയാം. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ചൊല്ലിയിട്ടില്ല. സെമിനാരി ചേരുമ്പോൾ 19 പേരുണ്ടായിരുന്നു. ജപമാല അറിയത്തില്ലാത്ത ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നു. പക്ഷെ എനിക്കറിയാമായിരുന്നു ഇതിനകത്തൊരു സ്വർഗസ്ഥനായ പിതാവേയും 10 നന്മ നിറഞ്ഞ മറിയും ഈ പ്രാർത്ഥനയെന്നറിയാം. രഹസ്യങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യം സെമിനാരിയിൽ വന്നപ്പോൾ ജപമാല ചൊല്ലാനൊക്കെ പറയുമ്പോൾ അറിയില്ലാത്ത ആൾ ഞാൻ മാത്രമായതുകൊണ്ട് തന്നെ പല വിഷമങ്ങളും അനുഭവിച്ചു. പിന്നീട് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ചൊല്ലിയത് ഞാനാണ്. കാരണം 19 പേര് സെമിനാരിയിൽ ചേർന്ന സമയത്ത് ഒരു വിഷയത്തിന് തന്നെ പല പ്രാവശ്യം പരാജയപ്പെട്ട ആൾ ഞാൻ മാത്രമാണ്. പല പ്രാവശ്യവും പരാജയപ്പെട്ടപ്പം ഞാൻ 1ാം ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് എന്നെക്കുറിച്ച്, ഇവനൊരു കഴിവുമില്ലെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ നോക്കി ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു കഴിവുമില്ല, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ഒരു കഴിവുമില്ല എന്ന് പറയും. അത് പറയുന്നവർ സാധാരണ പോലെ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവനുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ മനസ്സ് ബ്ലേഡ് കൊണ്ട് മുറിയുന്ന പോലെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഒരു നന്നായിട്ടൊന്ന് മുറിയും. അത് പുറത്ത് കാണത്തില്ല, നമ്മുടെ ഉള്ളു മുറിയും. എന്നാലും നമ്മൾ ചിരിച്ചൊക്കെ നടക്കും. പക്ഷെ ഞാൻ ദൈവത്തോട് പലവട്ടം പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കാതെ ഒരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് വിടത്തില്ല. എന്തെങ്കിലും ദൈവം. അപ്പം ഞാൻ അന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്, അതും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ ഒരു വാചനം ഇങ്ങനെയാണ്, ഒരു വാക്ക്: നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞിട്ടുള്ള ആരെയും ഒരിക്കലും ഉപേക്ഷിച്ചതായി എവിടെയും കേട്ടിട്ടില്ല എന്ന് ബെർണാഡ് പുണ്യവാളൻ എഴുതിയ പ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട്. അർത്ഥം പറഞ്ഞാൽ ചൊല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ജീവിതം ഉള്ളതായിട്ട് കാണാൻ പറ്റും. നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞ ആരെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന്. ഇത് ബെർണാഡ് പുണ്യവാളൻ്റെ ഒരു അനുഭവമായിരിക്കും. ആരെങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ കേട്ടിട്ടൊരു പ്രാർത്ഥനയായിട്ട് എഴുതിയതായിരിക്കില്ല. ഇത് ബെർണാഡ് പുണ്യവാളൻ്റെ ഏതോ ഒരു ഹൃദയത്തിൽ തൊട്ടൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ആത്മാവ് എഴുതിയത്.
നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞിട്ടുള്ള ഒരാളെ പോലും ഉപേക്ഷിച്ചതായി, മാറ്റി നിർത്തിയതായി കേട്ടിട്ടില്ല എന്ന്. അത് ഞാൻ ശക്തമായി വിശ്വസിച്ച് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു. ദൈവമേ, പരിശുദ്ധ അമ്മയിലൂടെ എനിക്കൊരു നല്ല കഴിവ് തരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവിലാണ് ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാനൊരു സ്ഥലത്ത് എനിക്ക് ധ്യാനിപ്പിക്കാനോ വചനം പറയുവാനോ ഒന്നും കാര്യമായൊരു കഴിവോ ഒരു കൃപയോ ലഭിക്കാത്ത സമയത്ത് ധ്യാനിപ്പിക്കുന്ന ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ധ്യാനമൊക്കെ പഠിക്കണമെങ്കിൽ എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ വിളി വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, കുർബാന ചെല്ലാനാണ് ഞാൻ ചെല്ലാം, പ്രസംഗിക്കാനൊന്നും 10 മിനിറ്റ് പോലും ക്ലാസ് എടുക്കാൻ പറഞ്ഞേക്കരുതേ എന്ന് പറഞ്ഞു. ഓ, അതൊന്നും പ്രശ്നമില്ല, വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ ഇടവകയിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു പ്രാവശ്യം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ പാടെ പറഞ്ഞു, എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്, ഒരു 1/4 മണിക്കൂർ ക്ലാസ് എടുക്കണം, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അച്ഛനെ ഒറ്റ പോക്ക് പോയി. അപ്പോൾ എന്നെ അത് വളരെ ഭയങ്കരമായിട്ട് എനിക്കത് ടെൻഷനായി. എന്തു പറയുമോ, ഒരു സെക്കൻഡ് പോലും ഒരുങ്ങിയിട്ടില്ലാത്തൊരു സമയമാണ്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവം എന്തു പറയും. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക വന്നിട്ട് പറഞ്ഞു, പ്രസംഗം പറയുമ്പം പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതായി കണ്ടായിരുന്നു. ഞാൻ വിറച്ചാ പറഞ്ഞത്. പക്ഷെ അത് ആ ഒരു സമയത്ത് എന്നെ വലുതായിട്ട് ചലനം സൃഷ്ടിച്ചു. ആ സമയത്ത് ഇത് പറഞ്ഞ ടീച്ചർ എൻ്റെ കയ്യിൽ ഒരു ഉമ്മ തന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കയ്യിൽ ഒരുപാട് അടിച്ചിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപയെ മഹത്വപ്പെടുത്തുകയാണ്. ആ ഒരു നല്ല കാര്യത്തെ ഓർത്ത് എനിക്ക് ബഹുമാനമോ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു.